ഹായ്, എല്ലാവർക്കും വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഈ തവണയും നമ്മൾ ഓണം സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇടാൻ പോകുന്നത്. സാധാരണ എല്ലാവരും വീട്ടിൽ ഓണത്തിന് പായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് അടപ്രഥമനും അതുപോലെ തന്നെ പരിപ്പ് പ്രഥമനും ചെറുപയർ പരിപ്പ് പായസമൊക്കെ തന്നെയാണ് നമ്മൾ ഇടാറ്. ഏത്തപ്പഴം പായസം അങ്ങനെ നമ്മൾ ഉണ്ടാക്കാറില്ല. കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് എല്ലാവരെയും ഒരു ഇതുണ്ടാവുക. പക്ഷേ ഇതേ നമ്മൾ ചെറുപയർ പരിപ്പും അതുപോലെ തന്നെ പാലട പ്രഥമനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് കേട്ടോ ഈ നേന്ത്രപ്പഴം പ്രഥമൻ. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു പായസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം ഞാനിവിടെ ഒരു കിലോയും പിന്നെ ഒരു 200 ഗ്രാമും ഇതിലുണ്ടാവും. ആ ഒരു രീതിയിലാണ് നമ്മൾ നേന്ത്രപ്പഴം എടുത്തിരിക്കുന്നത്. നേന്ത്രപ്പഴം നല്ല പഴുത്ത പഴമായിരിക്കണം. അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ പായസം ഉണ്ടാക്കുന്ന സമയത്ത് പായസത്തിന് ഒരു ചെറിയ പുളിപ്പ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നല്ല പഴുത്ത പഴം തന്നെ, നല്ല നാടൻ പഴം തന്നെ നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഞാനിവിടെ ഒരു 1/2 കിലോ ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ശർക്കര വലിയൊരുണ്ട ശർക്കരയാണ് എനിക്കിവിടെ കിട്ടുക. അപ്പോൾ ഞാനത് ഗ്രേറ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മധുരം എന്ന് പറഞ്ഞാൽ കറക്റ്റ് പാകമായിരുന്നു എനിക്ക് ഈ 1/2 കിലോ ശർക്കര എന്ന് പറയുന്നത്. പക്ഷേ കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ ഇടേണ്ടി വരും കേട്ടോ. അത് നമ്മുടെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് തേങ്ങാപ്പാലാണ്. തേങ്ങയുടെ 1-ാം പാല് 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നമ്മൾ 1-ാം പാല് ഇവിടെ മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ 2-ാം പാല് വേണ്ടത് നമുക്ക് 1 ലിറ്റർ 2-ാം പാലാണ് വേണ്ടത്. 2-ാം പാലാണെങ്കിലും കുറച്ച് കട്ടിയായിട്ട്, നമ്മൾ സാധാരണ ഇഷ്ടവും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ടല്ലേ 2-ാം പാൽ ഉണ്ടാക്കുക. പക്ഷേ അത്രയും ലൂസ് വേണ്ട, കുറച്ച് കട്ടിയായിട്ട് തന്നെ 2-ാം പാലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. തേങ്ങാപ്പാൽ എടുക്കുന്നത് എങ്ങനെയെന്നൊക്കെ ഞാൻ വേറെ പായസത്തിൻ്റെ വീഡിയോയിലും ഇഷ്ടം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അറിയാത്തവർ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ 1 ലിറ്റർ 2-ാം പാലും 250 ml കപ്പിൽ 1 കപ്പ് 1-ാം പാലും നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള 2.5 തേങ്ങയുടെ പാലാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നത്. നല്ല വലിയ സൈസ് 2.5 തേങ്ങയുടെ പാലാണ് ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് നമ്മൾ ഈ പഴം കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ തോലും അതുപോലെ നാരുണ്ടെങ്കിൽ നാരും കളഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചില പഴത്തിന് ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന പഴമൊക്കെ അല്ലേ, അപ്പോൾ ഈ ചില പഴത്തിന് ഇതുപോലെ ഒരു കട്ടിപ്പ് ഉണ്ടാവും അങ്ങനെ ഇടയിലൊക്കെ. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയുക. ആ ഒരു പീസ് വേണ്ട. നമ്മൾ മിക്സിയിലിട്ട് അടിച്ചാലും അതൊരു ചിലപ്പോൾ അത് കട്ടിയായിട്ട് തന്നെ അവിടെ കിടക്കും. അപ്പോൾ അങ്ങനത്തെ കട്ടിയായിട്ടുള്ള പീസ് ഉണ്ടെങ്കിൽ അത് മാറ്റി കളഞ്ഞോളൂ. പിന്നെ സമയമുള്ളവർ അതിൻ്റെ അങ്ങനെ നടുക്കിലുള്ള അരിയൊക്കെ ഇല്ലേ, അങ്ങനെ കറുത്ത കളറുള്ള അരി, അത് കളയുന്നത് നല്ലതാണ്. പക്ഷേ കളഞ്ഞില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കളയണമെന്നില്ല. ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് ജസ്റ്റ് 1 കപ്പ് കേട്ടോ 250 ml തന്നെ കപ്പിൽ 1 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ പഴം വേവാനായിട്ടുള്ള വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഈ പഴം കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട ശേഷം ഈ 1 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനി കുക്കർ അടച്ച ശേഷം ഞാനിവിടെ 1 വിസിൽ വന്ന ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റാണ് കേട്ടോ വേവിച്ചെടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആദ്യത്തെ ഒരു വിസിൽ വന്ന ശേഷം പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിടുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് മാത്രമാണ് വെച്ചിരിക്കുന്നത്. കാരണം നല്ല പഴുത്ത പഴയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നല്ലപോലെ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ ഈ പഴം. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കാനായിട്ട് ഞാനൊരു പാനിലോട്ട് ശർക്കര ഇട്ടിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ 1/4 കപ്പ് വെള്ളത്തിൽ നമുക്ക് ഈ ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ഇതിൽ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് ആ ശർക്കര കട്ടയെല്ലാം മാറി നന്നായിട്ടൊന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതി. അല്ലാണ്ട് സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവശ്യമില്ല കേട്ടോ. അതിൽ ഈ കംപ്ലീറ്റ് കട്ടയും കഷ്ണം കാര്യങ്ങളെല്ലാം നല്ലപോലെ ഉരുകി കിട്ടണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഉരുക്കിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് കരിഞ്ഞു പോകാനൊക്കെ ആയിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോൾ നമ്മൾ അടുത്ത് തന്നെ നിന്നിട്ട് ഇത് ചെയ്യാൻ നോക്കുക. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിനി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അരിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ.
ഈ ഒരു സമയത്ത് നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പ്രഷറൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് ഏകദേശം ഇതിപ്പോൾ ഒരു അരമണിക്കൂറായിട്ട് ഇടയ്ക്ക് ഞാനൊന്ന് പുറത്ത് പോയതുകൊണ്ട് കുറച്ച് ലേറ്റ് ചെയ്ത് തുറക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ട്. പഴത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ അതിൻ്റെ വെള്ളമൊക്കെ കയറി പിടിച്ചിട്ടുണ്ട്. പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ പഴം. അപ്പോൾ ഇതിന് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ പഴം നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുക്കണം. അപ്പോൾ നല്ല ചൂടാറിയ ശേഷം മാത്രമേ നമ്മളിത് അരച്ചെടുക്കാൻ പാടുള്ളൂ. ചൂടോടുകൂടി നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കാൻ പാടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് കുറേശ്ശെ, അതായത് അരയണില്ല എന്നുണ്ടെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മാത്രം നല്ല പേസ്റ്റ് മാതിരി അരച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കണ്ടത് നല്ല നൈസായിട്ട്, അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം എനിക്ക് ഒഴിക്കേണ്ടി വന്നിട്ടുള്ളൂ. കാരണം അതിൽ അരയാൻ പാകത്തിനുള്ള വെള്ളം അതിലുണ്ടായിരുന്നു, പഴത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്ര വെള്ളം എനിക്ക് ഒഴിക്കേണ്ടി വന്നിട്ടില്ല, കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പാകത്തിനായിരിക്കണം കേട്ടോ നമ്മളിത് അരച്ചെടുക്കേണ്ടത്. കണ്ടോ നല്ല ഫൈനായിട്ട് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, കാരണം എനിക്ക് ഓട്ടുരുളി അല്ല അവിടെ ഉള്ളത്, സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുകഞ്ഞു പോവും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ പഴം കംപ്ലീറ്റ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശർക്കരയും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കര നമുക്ക് അരിപ്പയിൽ അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, കാരണം അതിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇതിലേക്ക് പെടണ്ട. അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ച ശേഷം നമുക്ക് ശർക്കരയും കൂടി ഇതിൽ ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്യണുള്ളൂ. അപ്പോൾ പഴം നല്ലപോലെ വെന്തിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ശർക്കര ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നത്. അല്ലാണ്ട് വേവാത്ത പഴം നമ്മൾ മിക്സിയിലിട്ട് അരച്ചിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഉടനെ ശർക്കര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പഴം വെന്ത് കിട്ടില്ല. അപ്പം നല്ല വെന്ത പഴമായത് കൊണ്ടാണ്, വേവിച്ചിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചൊരു പഴമായത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ശർക്കര ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ശർക്കര ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ ഈ പഴം അങ്ങനെ വെന്ത് കിട്ടുമൊന്നുമില്ല. അപ്പോൾ ശർക്കരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ മാത്രമാണ് ഇത് നമ്മൾ വയ്ക്കേണ്ടത്. ഫ്ലെയിം എപ്പോഴും കൂട്ടി വയ്ക്കരുത്. അതുപോലെ നമ്മൾ അടുത്ത് തന്നെ ഉണ്ടാവണം. ഇത് വെച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് അടി പിടിക്കും. ഓട്ടുരുളി ഉണ്ടെങ്കിൽ ഓട്ടുരുളിയിൽ ഉണ്ടാക്കണം ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഉള്ളവർ അത് തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതിന് നമ്മൾ ഇളക്കി നന്നായിട്ട് ഇളക്കി നമ്മൾ ഈ ശർക്കരയും പഴമൊക്കെ നന്നായിട്ട് ഇങ്ങനെ യോജിച്ച് വരണം. അപ്പോൾ ഈ ആദ്യമൊക്കെ ഇളക്കുന്ന സമയത്ത് നമുക്ക് ആ പഴത്തിൻ്റെ സ്മെല്ല് ഇങ്ങനെ കിട്ടും. ആ ഒരു പച്ചമണം എങ്ങനെ എത്ര വേവിച്ചാലും ആ ഒരു പച്ചമണം പോലെ ഉണ്ടാവും. നല്ല വരട്ടി വരുന്ന സമയത്ത് ആ പച്ചമണമൊക്കെ വിട്ടിട്ട് ഈ ശർക്കരയും പഴവും കൂടി മിക്സ് ആകുമ്പോഴുള്ള വേറൊരു പ്രത്യേക തരത്തിലുള്ള നല്ലൊരു മണം വരും. ആ ഒരു മണം വരുന്നവരെ നമ്മളിതിങ്ങനെ വഴറ്റി നല്ല മിക്സ് ചെയ്ത് യോജിപ്പിച്ച് തന്നെ എടുക്കണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ തന്നെ കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. അതിലത്തെ വെള്ളവും അതെല്ലാം വറ്റി അതിൻ്റെ ശർക്കരയുടെയും ഈ പഴമൊക്കെ യോജിച്ച് അതിൻ്റെ കളറെല്ലാം മാറി വരുന്നുണ്ട്. ഇത്തിരി നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതാവുന്ന വരെ നമ്മളിതിലേക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. കൈയെടുക്കാതെ ഇളക്കവും വേണം. എന്നിട്ട് അതിനുശേഷം ഈ ഒരു സ്റ്റേജ് ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ടാം പാൽ 1-2 തവണയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ രണ്ടാം പാലിൽ കിടന്നിട്ട് നന്നായിട്ട് ഇത് യോജിച്ച് വരണം. നല്ല തിളപ്പിച്ച് കുറുകി നമ്മൾ നന്നായി കുറുക്കി എടുക്കണം കേട്ടോ. ഈ രണ്ടാം പാലിൽ കിടന്നിട്ട് ഈ ഒരു പഴവും അതുമാതിരി ശർക്കരയൊക്കെ നന്നായി യോജിച്ച് നന്നായി കുറുകി വരണം. അപ്പോൾ രണ്ടാം പാലിൻ്റെ ബാക്കി പകുതിയും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആദ്യം ഒഴിച്ചു കൊടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷമാണ് ബാക്കി പകുതി ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഇടുന്നത് ഒരു അര മുതൽ 3/4 ടീസ്പൂൺ വരെ ഏലക്കാപ്പൊടിയും അതുപോലെ കുറച്ച് ഒരു 1/4 സ്പൂണ് ചുക്കിൻ്റെ പൊടിയും ഒരു 1/4 സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി മിക്സ് ചെയ്തതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഓപ്ഷനിലാണ്, താല്പര്യമുള്ളവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അത് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അല്ലാണ്ട് ഇനിയിപ്പോൾ ലോ ഫ്ലെയിമിലൊന്നും വേണ്ട. പക്ഷെ നമ്മൾ അടുത്തുണ്ടാവണം കേട്ടോ. ഇത് വെച്ചിട്ട് പോകരുത്. വെച്ചിട്ട് പോയാൽ മിക്കവാറും അല്ല, അത് അടി പിടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് പറഞ്ഞാൽ ഭയങ്കര കട്ടിയായിട്ട് വേണ്ട, നല്ലൊരു കുറച്ചൊരു ഫ്ലോയിങ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മളിത് വറ്റിച്ച് എടുക്കണം. കാരണം ഇത് ഇരുന്ന് പിന്നെയും തിക്കായി പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മളിത് വറ്റിച്ചെടുക്കാനായിട്ട്. കണ്ടോ, ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് മധുരം പോരാന്നുള്ളവർക്ക് കുറച്ച് ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു പാകമാവുന്നവരെ വറ്റിച്ചെടുക്കുക. വെള്ളം പോലെ ഇരിക്കണമെന്ന് വിചാരിക്കേണ്ട, പിന്നെ ഇരുന്ന് നല്ല തിക്കായിട്ട് വരും കേട്ടോ. അത് അത്യാവശ്യം വെള്ളം പോലെ തന്നെ ഇരിക്കണം. ഇനി അതിനുശേഷം ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്നാം പാൽ ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് കുറച്ച് സെക്കൻഡ്സ് മാത്രം നമ്മൾ അതിൽ വെച്ചാൽ മതി. ഓട്ടുരുളിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ആ ചൂട് കൊണ്ട് തന്നെ പിന്നെയും തിളയ്ക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓട്ടുരുളിയൊക്കെ ആണെങ്കിൽ ഓഫ് ചെയ്ത ശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒന്നാം പാൽ. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പഴം പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാനായിട്ടൊരു പാനിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു സൈസിലും ഈ ഒരു വണ്ണത്തിലാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത ശേഷം നമുക്ക് നെയ്യിൽ ഇത് വറുത്തിട്ട് നമുക്കതിലേക്ക് കൊട്ടാം. ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഈ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം. ഈ പഴം പ്രഥമൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആകെ നെയ്യ് ഉപയോഗിക്കുന്നത് ഇത് വറുത്തിടാൻ മാത്രമാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ട്, അതായത് അണ്ടിപ്പരിപ്പും കൂടി നമുക്കിതിലേക്ക് വറുത്തിടാം. മുന്തിരി പഴം പ്രഥമനിൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് മുന്തിരിയുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. സാധാരണ കണ്ടിരിക്കുന്നത് അണ്ടിപ്പരിപ്പും അതുപോലെ തേങ്ങാക്കൊത്തും മാത്രമാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം ടേസ്റ്റും ഇത് തന്നെയാണ്. തേങ്ങാക്കൊത്ത് മസ്റ്റായിട്ട് ഇട്ടിട്ട് കഴിച്ച് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴം പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എളുപ്പമെന്നൊന്നും ഞാൻ പറയണില്ല. കുറച്ച് തേങ്ങയുടെ പാലെടുക്കുന്നതും അങ്ങനെയുള്ള വഴറ്റിയെടുക്കുക കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഓണത്തിന് എന്തായാലും നമ്മൾ കുറച്ച് സ്പെഷ്യലായിട്ട് തന്നെ ഉണ്ടാക്കും. പിന്നെ ഇത് നമുക്ക് തലേ ദിവസം തന്നെ ഉണ്ടാക്കി വയ്ക്കാം. പുറത്ത് വെച്ചാലും കേടുവരുമൊന്നുമില്ല, ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കേണ്ട ഓരോ ആവശ്യവും ഇല്ല. അപ്പോൾ നമുക്ക് തലേ ദിവസം തന്നെ ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളൊരു ഇതും കൂടി ഉണ്ട്. എല്ലാം കൂടി ഒറ്റ ദിവസം തന്നെ ചെയ്യാനൊന്നും നിൽക്കണ്ട. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, പറയാതിരിക്കാൻ ഇതില്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ മധുരം ഞാൻ പറഞ്ഞ മാതിരി കൂടുതൽ വേണ്ടവർക്ക് നമ്മൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻസായിട്ട് അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഇപ്പോൾ ഒരിക്കൽ കൂടെ ഓണാശംസകൾ. ടേക്ക് കെയർ, ബൈ.